ഇയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? അതെന്താ ജോത്സ്യരെ അങ്ങനെ പറയുന്നത്? മരിച്ച ആരെങ്കിലും നാളെ നോക്കാൻ വരുമോ? ജാതക പ്രകാരം ഈ ആളിന് കണ്ടകശനിയാണ്. ഈ കണ്ടകശനി എന്ന് പറഞ്ഞ കൊണ്ടേ പോകും. അപ്പൊ പേടിക്കണം. അതെ, അതാണ് ഞങ്ങൾ വന്നത്. പ്രതിവിധി ഉണ്ടോ? പരിഹാരമുണ്ട്. ക്ലീറ്റസ്, ക്രിസ്ത്യാനി. അതെ, ഓ മിശ്രവിഭാഗമായിരിക്കും. പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. ഇത്തിരി പ്രശ്നമാണ്. ഇയാൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി, സത്യസംഹാര പൂജ എന്തെങ്കിലും ചെയ്യൂ? അതിപ്പോ എങ്ങനെയാ ഈ വേറെ മതത്തിലൊക്കെ ആവുമ്പോ? ഈശ്വരവിശ്വാസം ഇച്ചിരി കുറവാ. ആളെങ്ങനെ ദേഷ്യക്കാരനാണോ? ആ, ദേഷ്യം എന്ന് പറഞ്ഞാ ആരെ കണ്ടാലും എന്തിനും എടുത്തു ചാടും. ആര് പറഞ്ഞത് ആൾ അംഗീകരിക്കില്ല. ഒരു പ്രതിവിധിയുണ്ട്. മറ്റുള്ളവരുടെ പ്രീതി നേടുക. എങ്ങനെ? അതെ, ഈ പറയും പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം. അതായത് ഭക്ഷണമായിട്ടോ വസ്ത്രമായിട്ടോ പണമായിട്ടോ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ അത്ര വലിയ ആളൊന്നല്ല. ഇപ്പൊ ഈ വസ്ത്രവും പണമൊക്കെ കൊടുക്കണമെങ്കിൽ ജമ്മിമാർക്കല്ലേ പറ്റൂ. ഇത് മൂപ്പരനെ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് അറിയാണ്ട് നടക്കുക. വേണ്ട, വസ്ത്രമായിട്ട് കൊടുക്കണ്ട, ഭക്ഷണം കൊടുത്താൽ മതി. അന്നദാനം അത് കുഴപ്പമില്ല. അതിപ്പോ ഏതമ്പലത്തിലാ? അമ്പലത്തിൽ കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് തെരുവിൽ എത്രയോ ആൾക്കാരുണ്ട് ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും. അവർക്ക് 10 പേർക്ക് 10 ദിവസം ഭക്ഷണം കൊടുക്കൂ. അല്ല, ഇതുകൊണ്ട് ഈ ദോഷം പൂർണ്ണമായിട്ട് മാറുമോ? ദോഷം പൂർണ്ണമായിട്ട് മാറില്ല. ഇതിന് ശമനം കിട്ടും. പിന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. കൊള്ളാം. കഷ്ടമാണ് നിങ്ങളുടെയൊക്കെ കാര്യം. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 10 പേർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ശനിദോഷം മാറുന്നു. അതിന് എനിക്ക് എന്തോന്ന് ശനി ഇരിക്കണം, എനിക്ക് എന്തോന്ന് ദോഷം ഇരിക്കണം? ഇതിപ്പോ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ജോത്സ്യന്റെ കുറച്ച് ദോഷം മാറിക്കിട്ട് നല്ലപോലെ പൈസ കൊടുത്തിട്ടുണ്ടോ? എന്റെ പൊന്നു ക്ലീറ്റോ, ഇങ്ങനെ ദൈവദോഷം തന്നെ ഇരുന്ന് പറയല്ലേ നിങ്ങള്. എടി, എന്തോ ദൈവദോഷം? പിന്നെ ഇല്ലാതെ ഇങ്ങനെ വിട്ടുതരം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ എന്ത് ചെയ്യണത്? ഇത് വീട്ടിൽ എങ്ങനെ ക്ലീറ്റോ? പിന്നെ എന്നെ കൊണ്ടവരെ പറയിക്കരുത്. നീ ഒന്ന് ക്ഷമയോടെ കേക്ക്. ക്ഷമ. എടാ, 10 അനാഥർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പറയും, പാവം നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് ആയുസ് കൊടുക്കണേ, അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണേ. ഇങ്ങനെയുള്ള പ്രാർത്ഥന മതി നിന്റെ ശനിദോഷം പോയി കിട്ടാൻ. എന്നെ നമ്മൾ കൊടുക്കണ അന്നം കഴിച്ചിട്ട് അവൻ വയറിൽ കൈ വെച്ചിട്ട് ചെയ്യാൻ പോകാൻ വിട്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. പിന്നെ അവൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോകണം. ക്ലീറ്റോന് ഈ ദോഷം ഉള്ളത് കൊണ്ടാണ് ഈ തൊട്ടതിനും പിടിച്ചതിന് ദേഷ്യപ്പെട്ടതും എന്ത് കാര്യം ചെയ്താലും ശരിയാവാത്തത്. എടി, എനിക്കിപ്പോ ഇവിടെ എന്തോന്നാണ് ഒരു കുഴപ്പം? എനിക്ക് എന്താ ഇല്ലാത്തത്? ഞാന് പാർട്ടിയുടെ വിലയുണ്ട്, നിലയുണ്ട്, ജനങ്ങളുടെ ഇടയിൽ എനിക്ക് ഭയങ്കരമായ ഒരു ഇതില്ലേ. എനിക്ക് മനസമാധാനമുണ്ട്. എന്റെ അമ്മ, ഈ ലോകത്ത് ഏറ്റവും മനസമാധാനമുള്ള ആള് ഞാനാണ്. അതെന്റെ ഉള്ളിലോട്ട് ഇറങ്ങി നോക്കണം. ക്ലീറ്റോനെ കൊണ്ട് ഈ കുടുംബത്തിനൊരു ഉപകാരം ഇല്ലാത്തത് ഇതുകൊണ്ടാണെന്നാണ് ഈ പറയണത്. ഓ, അതാണല്ലേ, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദോഷം. വരെ സംഭവിക്കും. ഇത്ര നാളൊന്നും സംഭവിച്ചില്ല, ഇനി എന്തോന്ന് സംഭവിക്കാൻ? നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് എന്താ തടസ്സം? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ കുടുംബത്തിന് ഗുണമൊന്നും ഉണ്ടാക്കണില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ ഞാൻ നാട്ടുകാർക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് അറിയോടി? എടാ ക്ലീറ്റസ്, നിന്നോട് അമ്പലത്തിൽ ചെന്ന് തൊഴുകാൻ പറഞ്ഞോ? മുടിമുട്ടടിക്കണം എന്ന് പറഞ്ഞോ? ശയനപ്രതിഷ്ഠ നടത്തണം എന്ന് പറഞ്ഞോ? ഇതൊന്നും പറഞ്ഞില്ലല്ലോ. പാവപ്പെട്ട ഒരു 10 പേർക്ക് 10 ദിവസം അന്നദാനം കൊടുക്കണം, അത്രയല്ലേ പറഞ്ഞുള്ളൂ. അന്നദാനം മഹാദാനം. ഒരു 10 ദിവസമല്ലേ കൊടുക്കണ്ടു. അത് ഇങ്ങനെ അങ്ങോട്ട് പോകും. അത് ഇങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ ഒരാളിന് ഒരു നേരം 50 രൂപ വെച്ച് ഒരു ദിവസം 10 പേർക്ക് 500 രൂപയായി. അങ്ങനെ 10 ദിവസമായപ്പോ രൂപ എത്രയായി? 1, 2 അല്ല, 5000 രൂപയാണ്. ഈ 5000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബവും സന്തോഷമായിട്ട് ഒരു മാസം തള്ളി നീക്കും. അതിനിടയ്ക്കാണ് ഞാനും എന്റെ കുടുംബം നിങ്ങൾ വേണ്ടേ കുടുംബത്ത്? ഞാൻ എവിടെ എങ്ങോട്ടെങ്കിലും പറന്നു പോകും. നിങ്ങൾ പറത്തി കൊണ്ടുപോകും അങ്ങോട്ട്. കൊണ്ടുപോയി വരട്ടെ. എടാ, ഈ ശനിദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഹാനി വരെ സംഭവിക്കുന്നു. പിന്നെ പൊന്ന് ക്ലീറ്റസേ, കണ്ടകത്ത് ശനി കൊണ്ടേ പോകുന്ന പ്രമാണം. എന്നെ കൊണ്ടുപോയി വരട്ടമ്മ. ക്ലീറ്റോന് എന്തെത്ര വാശി? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഈ പൈസ ഏതെങ്കിലും ഒരു അനാഥന് കൊടുക്കണം. എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു അനാഥനാണ്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും അതില്ലാത്ത പോലെയാണ്. നിങ്ങൾ 5000 രൂപ ഇരിക്കുന്നതാ. അത് തരൂല. അത് തരൂല. അതെങ്ങനെ തരും? കഷ്ടം. എന്ത് കഷ്ടം? നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം ചോദിക്കണേ? ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. ഇങ്ങനെ ഞാൻ വർത്താനം എൻ്റെ അടുത്ത് പറയരുത്. ചൊവ്വാദോഷം, ശനിദോഷം. ആൾക്കാർ ചൊവ്വയിൽ കാലുകുത്തി അവിടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവിടെ കുറെ ചൊവ്വാദോഷക്കാരും ശനിദോഷക്കാരും ഇങ്ങനെയുള്ള കുറെ വിട്ടിയുടെ കൂടെയാണല്ലോ കർത്താവേ ഞാൻ ജീവിക്കണത്. ഇവന്റെ ഈ എടുത്തിയായിട്ടും കോപമുണ്ടല്ലോ, എന്തെങ്കിലും അപകടം വരുത്തി വെക്കൂട്ടാ. ദോഷക്കെടുത്ത് ചുറ്റിക്കളിക്കുന്ന അതാണ് അവനെ മുൻകോപം.
ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? അതെ, നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റൂ. ഇപ്പൊ അവൻ ദേഷ്യപ്പെടുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ഇറക്കണമെങ്കിൽ കാശ് വേണ്ടേ? വേണോ? അതില്ല, അതിന്റെയാണ്. അല്ല, കാശ് നിന്നെ കൊണ്ടാവുന്ന നീ കൊടുക്ക, എന്നെ കൊണ്ടാവുന്ന ഞാനും കൊടുക്കാം. ഇവളുടെ ഒരു കാര്യല്ലേ. ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് അവന്റെ ദോഷം മാറി നന്നാവുമെങ്കിൽ ഇപ്പൊ ഈ ചെലവിന്റെ പൈസ അത് ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് അവിടെ കണ്ണീര് കാണാൻ വയ്യ, സത്യം ഞാൻ പറയാമല്ലോ. അതെ, മരിച്ചു പോണ പോലെയുള്ള അതെന്നല്ല അല്ല, നീ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ കാശ് എന്താ വെച്ചാൽ തരാം. 10 ദിവസം ഇവർക്കുള്ള ഭക്ഷണം നീ റെഡിയാക്കുക. എന്നിട്ട് അവന് പോയിട്ട് ഇത് കൊടുക്കാൻ നിർബന്ധിക്കുക. ഇനിയിപ്പൊ മടിയാണെങ്കിൽ ഞാനും കൂടെ വരാം. അത് ജയിക്കാൻ പറ്റുമോ ഉനക്ക്? അന്ന് ശരി. ആ, അയ്യോ, എന്താ പറ്റിയത്? ഞാൻ കോടിയിൽ കയറിയില്ല, ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. ഏണി ആരും അവിടെ കൊണ്ടുവച്ച മനുഷ്യൻ ഇരിക്കുന്നിടത്ത് എന്റെ തലയിൽ കൂടെ. പൊന്ന് ക്ലീറ്റോ, ഒരു ഏണി നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? അയ്യോ, തല പൊട്ടിയില്ലല്ലോ. തല പൊട്ടിയെങ്കിൽ സങ്കടമില്ലായിരുന്നു, ചോര പോയെങ്കിൽ. ഒന്നാമത് പോണല്ലോ. എണീക്കണവർന്ന് ഇതെന്തിനാ കാലി പിടിക്കണ? തലയിൽ കാലി പിടിക്കണ. എടാ, ഇത് അതൊന്നല്ല. അത് ഞാൻ പറഞ്ഞില്ല, എന്റെ നാടിന്റെ ദോഷാണ്. വഴിയില് പോണ വയ്യാബേലി എടുത്ത് തലയിൽ വീഴും. എനിക്ക് എന്തായാലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. മിണ്ടാതിരിക്കല. കുറച്ചു നേരം മുമ്പ് എന്തൊരു അഹങ്കാരായിരുന്നു പറഞ്ഞ. വല്ല വിലയും കൽപ്പിച്ചോ നിങ്ങള്? ഒരുപാട് അഭിനയിക്കൊന്നും വേണ്ട, കേറി ഇങ്ങോട്ട് വാ. എണീക്കണവർന്ന് അതെ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കഷ്ടകാലാണ് ഇട്ടപ്പോ. അമ്മാവ, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചാ ചെയ്ത് ഈ മനുഷ്യനെ കെട്ടിയിട്ടിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുവരും. നീ പോണോ? ഞാൻ പോണ കാര്യം ഇപ്പൊ എന്ത് കാര്യത്തിന് വിയർക്കുന്ന നല്ലപോലെ അവൻ വിയർത്ത്. ഞാൻ ഏണി കയറിലടി പോത്തെ. ഞാൻ ഇവിടെ വന്ന് ചാടി എടുത്തപ്പോ ഏണി എന്റെ തലയിൽ കൂടി. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതാ കാര്യം. ഓ, ദൈവത്തിന്റെ പോയിട്ട് എടാ, ഇനിയെങ്കിലും മനസ്സിലാക്ക്, കഷ്ടകാലാണ് ഇപ്പോ. ഈ പറഞ്ഞതുപോലെ ചെയ്യേ. ചെയ്യോ? ഓ, എന്ത് കുന്ത വേണേലും ചെയ്തോ. തലവേദന എടുത്തിട്ട് ഒന്ന് തടവി തോടി. പതുക്കെ പതുക്കെ. അതിനാണെങ്കിൽ വഴി കൂടി പോയാ മതി. ഇച്ചിരി സഹിക്ക് ക്ലീറ്റാ. നിന്റെ തലയിൽ കൂടെ വീഴുമ്പോ ഏണി തലയിൽ കൂടെ വേണ്ടി സഹിക്കണോ? അതെ, നാളെ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങിയല്ലോ. തല ഇങ്ങനെ കറങ്ങണ. നാളെ തന്നെ നമുക്ക് കൊണ്ടുപോകാം. കഷ്ടകാലം എല്ലാം മറുത്തൊരു വെള്ളം വേണം. തല ഇറങ്ങണം. അഴകാ നീ ഈശ്വരനെ ഒന്ന് വിചാരിക്ക്, എന്നിട്ടേ ഇത് പ്രാർത്ഥിക്ക്. നാളെ തൊട്ടിട്ട് ഇങ്ങനെ ഞാൻ ആ വഴിപാട് ചെയ്തോളാന്ന്. ചെല്ലങ്ങട്. ഞാൻ വീഴുവോ? പിടിക്കാം, നടക്ക്. അതെ, ഈ ധർമ്മക്കാരായാലും പാവങ്ങളായാലും അവർക്ക് നേരത്തിന് ഭക്ഷണം കഴിച്ച ശീലമൊക്കെ ഉണ്ടാവും. ഇതൊരു 12 മണിയാകുമ്പോഴേക്ക് ടൗണിൽ കൊണ്ടായാലാണ് ഓരോന്നിനെ തെരഞ്ഞു പിടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് 2 കയ്യല്ലേ ഉള്ളതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ അമ്മാവ? ഇല വെട്ടിത്തരാൻ പോലും ആരുമില്ല. ക്ലീറ്റസിനെ വിളിക്കുന്നിട്ട് അവരോട് പൊതിഞ്ഞു തരാൻ പറ. ഇത് കൊണ്ടുകൊടുക്കാൻ വരാന്ന് പറഞ്ഞ തന്നെ വലിയ കാര്യം. മിണ്ടാതിരിക്കുന്നു. ഇത് എന്ത് പൊതിഞ്ഞു വെച്ചേക്കണത്? ഇത് ചോറും പൊതിയാണത്. ഇങ്ങനെ പൊതിയത് എന്താ കുഴപ്പം? ഇവിടെ മാറാവുന്നു. ഞാൻ പൊതിഞ്ഞു തരാം. ഞാൻ ചെയ്യാൻ അതൊക്കെ കവറിലെടുത്തിട്ട് ഞാൻ ചെയ്തു. അമ്മാവ ഇതും കൂടി ഉള്ളു ഞാൻ ചെയ്യാൻ. കവറിലെടുത്ത് വെക്കണത്. ഒന്നാമത് ചോറ് പൊതിയാറില്ല. ഇങ്ങനെ പൊതിയ ചോറ്. അവരോട് റെഡിയാവാൻ പറഞ്ഞു. എന്നാ വേറെ റെഡിയാവാൻ പറയൂ. കാരണം എന്താ അറിയോ, 12 മണിയാകുമ്പോഴേക്കെങ്കിലും ടൗണിൽ എത്തിയാലാണ് 1 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് മനുഷ്യരല്ലേ. ഒരു സാധനം ചെയ്യുമ്പോ അത് ഉപകാരപ്പെടണം. വെപ്രാളപ്പെടണ്ട, സമയമാകുമ്പോ അങ്ങ് പോവാം. തങ്കം, നമ്മൾ ഈ കുപ്പിയിൽ ഇവർക്കുള്ള വെള്ളം കൊണ്ടുപോകണം. അത് അവിടെ തന്നെ കിട്ടണ്ടാവൂലേ? അത് അവിടെ ഉണ്ടാവൂലേ? കറി ഇതിരിക്ക് ഒഴിക്കേണ്ട സൈഡിൽ ഒഴിച്ചാ പോരെ? കറി സൈഡിൽ ഒഴിച്ചാ പോരെ? ഇത് പൊതിയുമ്പോഴേ ഒരു വൃത്തി ഉണ്ടാവണം. വൃത്തി ഇല്ലാണ്ട് പൊതിഞ്ഞിട്ട്. അതെ, ഈ ഒരെണ്ണം കൂടി അല്ലേ ഉള്ളൂ. നീ അത് നേരെ പൊതിഞ്ഞു വെക്കിട്ടാ. ഞാൻ ഡ്രസ് മാറ്റി, ഞാൻ പോയി കുളിച്ച് ഡ്രസ് മാറിയിട്ട് വരാം. അവനോട് വേറെ റെഡിയാവാൻ പറ. ഇതെന്തേ കാണിച്ചു ചേർന്നത്? പറഞ്ഞാ പോലെ ഇരട്ടി പണി എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്നാ. ഞാൻ വേറെ ഇല കുറിച്ചുകൊണ്ട. ഈ കാർന്നോരെ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? വേണ്ട, അതിനൊരു പണി ചെയ്താൽ മതി. എനിക്കറിയാം. പോടുന്നു. എന്നാ അത് വേഗം റെഡിയാക്കി വെക്കി. വലിയൊരു ആള് വന്നിരുന്നു. ഒന്നും തൊട്ട് അറിയാനും പാടില്ല, എന്നാ എല്ലാം അറിയാന്നുള്ള ഭാവ. ഇതിപ്പോ എങ്ങനെ ഇത് ആകെ കുഴച്ചല്ല. ഒരു മനുഷ്യന് കൊടുക്കാനുള്ള ചോറ് ഈ അമ്മാവൻ എന്താ ചെയ്യണ്ടെന്നറിയോ? ഞാനതങ്ങ് പൊതിഞ്ഞേനെ കുഴച്ച് വാരി. ഇനി അയക്ക് കുഴക്കേണ്ടി വരൂലല്ലോ.
ആരും കാണില്ലേ? ഞാൻ പറയാം ഇതിനൊന്നും ഇറങ്ങണ്ട. കൊടുക്കും. ഒരു ചോറ് തരട്ടെ? ഇരിക്കട്ടെ. അതെ, എന്നും ഇവിടെ കണ്ടുള്ള ഒരു 10 ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് തരാം കേട്ടോ. ആ ശരി. 84 വയസ്സായില്ലേ? ഒക്കെ ദൈവം നമ്മളെ കാക്കൂട്ടോ. ഇവിടെ ഉണ്ടായാൽ മതി. നാളെ തൊട്ട് വരെ ഒരു 10 ദിവസം കൊടുന്നു തരാം കേട്ടോ. ശരി. അതെ, ഇത് ഇത്രയും സമയം നാളെ വരാം. നമ്മൾ ഇത്രയും സമയം നടന്നപ്പോഴാ ഇപ്പൊ ഒരാളെ കണ്ട. എടാ അതെന്താന്നറിയോ? ഇപ്പൊ യാചന നിരോധന മേഖലയാണ്. പിച്ചക്കാരി ഇരിക്കണ്ട, പോലീസ് പിടിച്ചോണ്ട് പോകും. ഞാനിതാ പറഞ്ഞു ഇതിനൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാ. എടാ കുറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ഓരോരുത്തരെ കണ്ടെത്തി കൊടുത്താലാണ് ഫലം ഉണ്ടാവുള്ളൂ. അതെ, ഈ അധികമൊന്നും പറയണ്ട, എന്റെ കൂടെ വന്നാൽ മതി. ആ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയും അതേമാതിരി അമ്പലത്തിന്റെ അവിടെയും പോയി ആരെങ്കിലും കാണാണ്ടിരിക്കില്ല. ഇതൊരു മണി നമ്മളിക്കാണ്ട് കാലിക്ക് തന്നെ പോരെ എനിക്ക്. എനിക്കിതിപ്പോ നിർബന്ധമൊന്നുമല്ല കാലി ആയില്ലേലും. അങ്ങനെ പറയലടാ. തുറന്ന മനസ്സോട് കൂടിയിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി അത് നടത്താൻ നോക്ക്. നമുക്കേ അങ്ങോട്ട് പോയാലോ? അവിടെ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും. ബാ, ഇതേടെ ഇറക്കാം. മുമ്പ് ഈ ബസ് കാത്തക്കണതിന്റെ പടക്ക ആൾക്കാരിരുന്നു. ഇപ്പൊ ആരും ഇല്ലാത്തവൻ എന്ത് ചെയ്യാനാ? ഇടയിലൊന്നും ഇല്ലല്ലോ ഈ നിൽക്കും. ഇവിടെ ഒരു കാലുള്ള ഒരാളിരുന്നിരുന്ന മുമ്പ് ഇപ്പൊ അയാൾ അവിടെ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇല്ലല്ലോ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതതിന്റെ ആളല്ല തോന്നുന്നുണ്ട്. കണ്ടാല് സംശയമാണ്. ഇതൊന്ന് പിടിച്ചാ പിടിക്കുന്നു. അമ്മ ഇതൊന്ന് പിടിക്ക. ഇത് പിടിക്കല. ഇത് അതെ, നിന്റെ കയ്യിലുള്ളത് കഴിഞ്ഞു. ഇപ്പൊ അവിടെ 3 എണ്ണം, മറ്റാൾക്ക് 2 എണ്ണം, 1 എണ്ണം. ഇപ്പൊ എത്ര എണ്ണം? 6 എണ്ണം കഴിഞ്ഞില്ല. ഇനി 4 എണ്ണല്ലേ? 4 ഉണ്ട്. അത് നമുക്ക് ആ മെഡിക്കൽ കോളേജിന്റെ അവിടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കൊടുക്കാം. ഇവിടെ ഒന്നുകൂടെ നോക്കിട്ട് അങ്ങോട്ട് പോവാനേ. നടന്നിടത്ത് കൂടെ നടക്കില്ല. അവിടെ ചെല്ലുക. ഇവിടെ ഒന്നും കാണാനും ഇല്ല. അതെ, ഇനിയിപ്പോ ഈ 1 എണ്ണം കൂടി അല്ലേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? ആദ്യത്തെ ദിവസം തന്നെ സമയം ഇത്രയായി. ഇനിയുള്ള 9 ദിവസം എങ്ങനെയാ അപ്പോ? എടാ അതിനാ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓരോ പൊതി ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞു? നാളെ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണം എന്ന്. അപ്പൊ 10 പേര് അവിടെ നമ്മളെങ്ങനെ കാത്തിരിക്കും. അപ്പൊ അവിടെ കൊണ്ടേ കൊടുത്താൽ മതി. ഇനിയിപ്പോ ഈ ഒരു പൊതിയും കൂടി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ നോക്കും. എന്നാ ഈ ഇന്റെ കൂടെ വന്നാൽ ഞാൻ കൊടുക്കാം. ക്ലീറ്റോ, ഞാൻ എടുത്തേ, വേഗം റെഡിയാവ്. അമ്മാവാ, ഇന്നെങ്ങാനും വരുവോ? ചോറുണ്ടാക്കാൻ പാടില്ല. ഇതിനൊക്കെ കെട്ടി ഒരുക്കി വിടാനേ പാട്. എവിടെ ക്ലീറ്റോ? എടാ ഒന്നും കൂടി പാടാ. നേരായി. ഇതെന്താ ഇങ്ങനെ വരുന്നത്? എന്താ വേഷം മാറാത്ത്? വേഷം മാറാൻ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല, അതുകൊണ്ട് വേഷം മാറുന്നില്ല. ഇത് കൊണ്ടുകൊടുക്കണ്ടേ? ഇത് കൊണ്ടു കൊടുക്കാൻ ഞാനില്ല. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. റോഡിൽ ഇറങ്ങി ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിച്ച് വിഴുങ്ങി കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കണത് എന്താന്ന്? ഇത് ഉപ്പില്ല, പുളിയില്ല, കറി ഇത് എന്താന്ന് വായി വെച്ച് കൊള്ളാൻ എങ്ങനെ വരണ? സാർ ഇതും കഴിച്ചോണ്ടാണ് കിടക്കണേന്ന്. അയ്യോ, അവരുടെ തമാശ പറയുന്നതല്ലേ? ഭയങ്കര തമാശ തന്നെ. അമ്മാവൻ എന്താ പറഞ്ഞ്, നമ്മൾ ഈ അന്നം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അന്നം ഇങ്ങനെ കഴിച്ചിട്ട് അവർ പ്രാർത്ഥിക്കും നമുക്ക് ഇത് കൊണ്ടുവന്ന ആളിന് നല്ലത് വരത്തണെന്ന്. തിന്ന് തീർന്നിട്ട് അങ്ങോട്ട് മാറിയിട്ട് അവനൊക്കെ പറയണ കേൾക്കണം. കുറെ കുറ്റങ്ങളാണ്. അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാ. 2 ദിവസം കൂടി ഒരുത്തനുണ്ടല്ലോ ചീത്ത വിളിച്ചേക്ക് എത്തി വൈകിയെന്ന്. ഇങ്ങനെയാണോ കൊണ്ടുവരണ സമയത്ത് കൊണ്ടുവന്ന് പറയുന്നത്? അത് വേറൊന്നും അല്ല, അവര് വിശന്നിരിക്കുകയല്ലേ, ഇതും പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. യാതനകളിലൂടെ ഒക്കെ ഇങ്ങനെ പുണ്യപ്രവൃത്തി ചെയ്താലേ ഇരട്ടി ബലം. അയ്യോ, ബലം കിട്ടി തുടങ്ങി. പിന്നെ ബലം അങ്ങനെ വന്നിരിക്കല്ലേ. പാർട്ടിന്ന് എനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് മിക്കവാറും എന്നെ സസ്പെൻഡ് ചെയ്യും. അയ്യോ, ഇത്രയും മഹത്വം ഉണ്ടാവും ഞാൻ കരുതിയില്ല കേട്ടോ. 2 ദിവസം കൂടി നീ ഒന്നും കൂടെ കൂടെ വാ. അതെ, 2 ദിവസത്തെ കാര്യം കൂടെ അല്ലേ ഉള്ളൂ. 2 ദിവസം നിങ്ങൾ ആരെങ്കിലും കൊണ്ട് കൊടുത്തോ? എന്റെ പൂർണ്ണ അനുഗ്രഹം ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ മനസ്സിന്റെ തമാശയൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഇത് കൊടുക്കാൻ ഞാനില്ല, എന്നെ കിട്ടില്ല. നിങ്ങൾ വേണേ കൊണ്ട് കൊടുത്താൽ മതി. തമാശ കളിക്കില്ല. എന്താ തങ്കപ്പ ഇങ്ങനെ? അറിയോ ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ കൊണ്ട് കൊടുത്തിട്ടാ അമ്മാവാ? ഇത്രയും ഭക്ഷണം വേസ്റ്റ് ആയി പോകും, കൊണ്ട് കൊടുക്കാം. അത് ഒരുത്തരം നല്ലത് വന്നു വെച്ചിട്ട് ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേ അവനെ വേണ്ടെങ്കിൽ വേണ്ട, പുണ്യം എനിക്ക് കിട്ടിക്കോട്ടെ. ഇറങ്ങി പുറപ്പെട്ടില്ലേ ഞാൻ? നമ്മുടെ പിള്ളേരല്ലേ.
നമ്മളെ പറഞ്ഞാൽ മതി. എന്താണ് സാറേ ഉണ്ടായേ? എന്റെ അളിയ അമ്മാവൻ റോഡിൽ പിച്ചക്കാർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നപ്പം കുറെ തടിയന്മാരല്ലടാ വണ്ടിയിൽ വന്നിറങ്ങി അമ്മാവൻ എടുത്തിട്ട് ഇടിച്ചളിയാ. ഇടിച്ചത് എന്താ കാര്യം എന്താ? അതെ, അവര് പറയാണ് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിച്ചക്ക് ഇരുത്തിയിട്ട് ആ കാശോണ്ട് ജീവിക്കാണ് തെറ്റിയത്. ഇനി വേലാക്കള് ചെയ്ത കൊല്ലൂന്ന് പറഞ്ഞിട്ട് ഇടിച്ചു. ഭയങ്കര ഇടിയളിയാ ഇടിച്ചത്. എന്തായാലും ഇപ്പൊ എനിക്ക് ഒരു കാര്യം, ജ്യോതിഷത്തിൽ കുറച്ച് വിശ്വാസം വന്നു തുടങ്ങി. അല്ല, അമ്മാവൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അപകടങ്ങളൊക്കെ തട്ടി മാറി വേറെ ആൾക്ക് പോകുന്നു. ഇന്ന് കാലത്ത് ഞാനും കൂടെ അമ്മാവന്റെ കൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടല്ലായിരുന്നു ഇത്. അത് തട്ടിമാറി അമ്മാവന് കിട്ടിയില്ലേ?